വെൽക്കം ടു പെബ്സ്കെ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC സെപ്റ്റംബറിലെ എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാത്തിരുന്ന ഒട്ടനവധി എക്സാമുകൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് PSC നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള അതായത് ഈ മാസം അതായത് ഈ ജൂൺ 23 മുതൽ ജൂലൈ 12 വരെ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോഴാണ് ജൂൺ 23 മുതൽ ജൂലൈ 12 വരെ നമുക്കിതിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ജൂൺ 23 മുതൽ ജൂലൈ 12 വരെ നമുക്ക് ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന കുറച്ച് എക്സാമുകൾ എന്നുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി അല്ലെ. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയിൽ എന്താണ് ഇൻസ്പെക്ടറുടെ എക്സാം. ആ എക്സാമിന്റെ ഡേറ്റ് എപ്പോഴാണ്? അത് സെപ്റ്റംബർ 5-നാണ്. ഓക്കെ, സെപ്റ്റംബർ 5-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെപ്റ്റംബർ 5-ന് ഇത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. പിന്നെ നമ്മൾ ഡിഗ്രി ലെവൽ അല്ലെ, ഡിഗ്രി ലെവലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ എക്സാമിനേഷൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് ജയിലറിന്റെ എക്സാം അത് സെപ്റ്റംബർ 14-നാണ്. ഓക്കെ, സെപ്റ്റംബർ 14-നാണ് എന്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഡിഗ്രി മെയിൻ എക്സാം ആണ് ഏത് ഈ പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് ജയിലർ. ഇതിന് കൺഫർമേഷന്റെ ആവശ്യമില്ല, കാരണം ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് വരുന്ന ആളുകൾ എഴുതുന്ന എക്സാം ആയതുകൊണ്ട് ഇതിനെന്താണ് കൺഫർമേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ. ഓക്കെ, എക്സൈസ് ഇൻസ്പെക്ടർ അതിന്റെ ആ എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, സെപ്റ്റംബർ 28-ന് എക്സൈസ് ഇൻസ്പെക്ടർ. ഇത് നമുക്കറിയാം എന്താണ് ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസിന് അപ്പിയർ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് ജയിലറുടെയും എക്സൈസ് ഇൻസ്പെക്ടറിന്റെയും മെയിൻ എക്സാം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് കുറച്ച് അനവധി ആളുകൾ എന്താണ് കാത്തിരിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഏതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ ഇതിന്റെ എക്സാം എന്നുള്ളത് സെപ്റ്റംബർ 19-നാണ്. ഓക്കെ, സെപ്റ്റംബർ 19-നാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം എന്താണ് ഓരോ ജില്ലകളിലേക്കും എന്താണ് നടത്തുന്ന ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഇതെന്താണ് ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരൊറ്റ എക്സാം ആണ്. ഇതിന്റെ മെയിൻ എക്സാം ആണ് ഇത് ഈ പറഞ്ഞ 19-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഒരുപാട് ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെ. നമുക്കറിയാം എന്താണ് ഡിസ്ട്രിക്ട് വൈസിൽ എന്താണ് അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ അതിന്റെ എക്സാം എപ്പോഴാണ്? 19 അല്ലെ, സെപ്റ്റംബർ 19-നാണ് എന്ത് ചെയ്യുക ആ എക്സാം നടക്കുന്നത്. ഇനി 1-2 എക്സാമുകളും കൂടി ഉണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ ഇതിനുള്ളൂ അതിന്റെ ഡേറ്റ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF എന്ത് ചെയ്യും നമ്മുടെ ടെലിഗ്രാം ചാനലിലും മറ്റ് ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അതിലെന്താണ് വിശദമായിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമുകളുടെ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ അനുബന്ധമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം ആണ്, അത് സൂപ്പറിൻറ്റൻഡന്റ് എക്സാം ആണ്. ഇതിലാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കുള്ള എന്താണ് സൂപ്രണ്ടിന്റെ എക്സാം ആണ്. അത് വരുന്നത് എപ്പോഴാണ്? അത് സെപ്റ്റംബർ 22-നാണ് എക്സാം വരുന്നത്. ഓക്കെ, സെപ്റ്റംബർ 22-ന് സൂപ്രണ്ട് ഇവിടെ ലാൻഡ് ആൻഡ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കുള്ള സൂപ്രണ്ടിന്റെ എക്സാം. പിന്നെയുള്ളതാണ് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ്, അതായത് MLA ഹോസ്റ്റലുകളിലേക്കുള്ള അല്ലെ, തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലേക്കുള്ള അമ്യൂണിറ്റീസ് അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നുണ്ട്. അത് സെപ്റ്റംബർ 26-നാണ്. ഓക്കെ, സെപ്റ്റംബർ 26-നാണ് എന്ത് ചെയ്യുന്നത് ആ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. പിന്നെയുള്ളതാണ് ഒരു എന്താണ് KSEB-യിലെ ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം. ഓക്കെ, KSEB-യിൽ എന്താണ് ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം. അതിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് എന്താണ് സെപ്റ്റംബർ 30-നാണ്. ഓക്കെ, സെപ്റ്റംബർ 30-നാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എക്സാമിന്റെ ഡേറ്റുകളെ കുറിച്ചാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ് സെപ്റ്റംബർ മാസം നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണ് എക്സാം എന്താണ് സെപ്റ്റംബറിലെ മന്ത്ലി ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നമ്മുടെ എന്താണ് ഗ്രൂപ്പുകളിലും ഇതിനനുബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടില്ല അല്ലെ, സെപ്റ്റംബറിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കലണ്ടർ എന്ത് ചെയ്യും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, ഇതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട എക്സാമുകളുടെ അല്ലെ, പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിന്റെ എന്താ മെയിൻ എക്സാമിന്റെയും കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെയൊക്കെ സിലബസ് നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ, ഏതൊക്കെ പ്രിഫറൻസുകളാണ് അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ എന്താണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും അനുബന്ധമായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട എക്സാമുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനെന്താണ്
ജൂൺ 23 മുതൽ ജൂലൈ 12 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള കൺഫർമേഷൻ കൊടുക്കാം. അപ്പൊ എന്താണ്, ലേറ്റ് ആവേണ്ട, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, പഠനവും സ്ട്രോങ് ആക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.